നമസ്തേ. ചന്ദ്രനാൽ സംഭവിക്കുന്ന കേമദ്രുമ യോഗത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ. കേമദ്രുമ യോഗത്തെക്കുറിച്ച് പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഭയപ്പെടുത്തുന്നുണ്ട്. പലരും പറഞ്ഞു കേമദ്രുമ യോഗമുണ്ട് കുട്ടിക്ക്, അതുകൊണ്ട് കുട്ടി രക്ഷപ്പെടില്ല, കുട്ടി ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടില്ല, സാമ്പത്തിക ദാരിദ്ര്യം അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഭയന്നിട്ടുണ്ട്. ഭയം ആണ് എന്ന് പറയുന്ന ഒരുപാട് കമൻറ്റുകൾ താഴെ കണ്ടു. എന്തായാലും അതിനെക്കുറിച്ചുള്ളൊരു വിശദമായ വീഡിയോ നമുക്ക് നോക്കാം. ചന്ദ്രൻ്റെ ഇരുവശങ്ങളിലും, അതായത് ചന്ദ്രൻ ച എന്നെഴുതിയിട്ടുള്ള ചന്ദ്രൻ്റെ ഇരുവശങ്ങളിലും 2-ലും 12-ലും ഗ്രഹങ്ങളൊന്നുമില്ലാത്ത അവസ്ഥ, സൂര്യനൊഴികെ മറ്റ് ഗ്രഹങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയാണ് കേമദ്രുമ യോഗം എന്ന് പറയുന്നത്. കേമദ്രുമ യോഗം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ദാരിദ്ര്യയോഗം ആവുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ അതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്താണ് ഈ കേമദ്രുമ യോഗം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഒറ്റപ്പെടുന്നതാണ്. മനസ്സ് ഒറ്റപ്പെടുകയാണ്, മാനസികമായി ഒറ്റപ്പെടലാണ്. മറ്റുള്ളവരുമായിട്ട് നമുക്ക് നമ്മുടെ ചിന്തകൾക്കും മനസ്സിനും ചേരാൻ പറ്റാത്ത അവസ്ഥയാണ് കേമദ്രുമ യോഗം എന്ന് പറയുന്നത്. അപ്പം മാനസികമായിട്ട് കോൺഫിഡൻസ് ഇല്ലാതെ ഒറ്റപ്പെട്ട് അകലം പാലിച്ച് സൊസൈറ്റിയുമായിട്ടും മറ്റ് സഹോദരങ്ങളുമായിട്ടും റിലേറ്റീവ്സുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടെല്ലാം നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ സ്വയം ചുരുങ്ങുന്നതാണ് കേമദ്രുമ യോഗത്തിൻ്റെ ഒരു ഫലം എന്ന് പറയാം. പക്ഷെ അത് ആർക്കൊക്കെ സംഭവിക്കും? 100-ൽ ഒരാൾക്ക് സംഭവിക്കും. എങ്ങനെ വേണം? ചന്ദ്രൻ്റെ ഇരുവശങ്ങളിലും ഗ്രഹങ്ങളില്ല എന്നതുകൊണ്ട് ഒരിക്കലും കേമദ്രുമ യോഗം സംഭവിക്കില്ല. ആ ചന്ദ്രൻ്റെ സ്ഥിതി നമ്മൾ മനസ്സിലാക്കണം. ചന്ദ്രൻ പൗർണമിയാണോ അമാവാസിയാണോ? അമാവാസി ചന്ദ്രനാണെങ്കിൽ ഒരു പക്ഷേ സൂര്യൻ കൂടെ നിൽക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ സൂര്യൻ അപ്പുറം നിൽക്കുന്നുണ്ടാവാം. അപ്പം അങ്ങനെ വരുമ്പോൾ അമാവാസി ചന്ദ്രൻ പൊതുവേ ആകാശത്ത് നോക്കി അറിയാം. അമാവാസി സമയത്ത് രാത്രി പ്രകാശം തരാൻ കഴിവില്ലാത്തൊരവസ്ഥയാണ് അമാവാസി എന്ന് പറയുന്നത്. അപ്പോൾ ചന്ദ്രൻ്റെ ബലം ഇല്ലാത്തൊരവസ്ഥ സുഖകരമായ വല്ലാത്തൊരു മനസ്സുണ്ടാക്കി തരും. അപ്പോൾ മനസ്സിന് ശക്തി ഉണ്ടാവില്ല. അമാവാസി ചന്ദ്രൻ്റെ ഒരു തളർച്ച വരും. പക്ഷേ അതേ സമയം തന്നെ ഈ ചന്ദ്രനെ ശനിബന്ധം വരും. ശനിയുടെ ദൃഷ്ടിയാവാം, യോഗമാവാം. ശനിബന്ധം വന്നാൽ എന്ത് സംഭവിക്കും? ഈ ചന്ദ്രൻ വീണ്ടും പാപനായി പോകും. അതായത് ഓൾറെഡി ഇദ്ദേഹം ഒരു കൊല ചെയ്തിട്ടുണ്ട്. ശനി കൂടെ വന്നു കഴിഞ്ഞാലോ ഇവർക്കൊരു 4 കൊലയും കൂടി ചെയ്യേണ്ടി വരും. അപ്പം അത്ര വീണ്ടും പാപത്വം, അതായത് കൂടുതൽ ദോഷക്രിയകൾ ചെയ്യേണ്ടി വരിക. മാനസികമായിട്ട് കോൺഫിഡൻസ് പോവുക, ഇല്ലാതെയാവുക, അടിമയാവുക എന്നൊക്കെ പറയാം. ശനി വരുമ്പോൾ ചന്ദ്രൻ അമാവാസിയാണെങ്കിൽ ശനി ദൃഷ്ടി കൂടി വന്നു കഴിഞ്ഞാൽ ഇയാൾ അടിമയായിട്ട് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും ഇയാൾക്ക് ഒരു അധികാരം വരില്ല. അടിമയും അധികാരിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അടിമ എന്ന് പറയുന്നത് ഒരാൾ പറയുന്ന ജോലി കേട്ട് ചെയ്യാൻ കഴിവുള്ളവനെയാണ് അടിമ എന്ന് പറയുന്നത്. അധികാരി എന്ന് പറയുന്നത് ജോലി ചെയ്യാൻ കഴിവുള്ളവരെ കൂടെ നിർത്തി പറയാൻ കഴിയുന്ന ആളാണ്. അതായത് അവർക്ക് ജോലി പറഞ്ഞു കൊടുക്കാൻ കഴിയണം. സ്വയം അയാൾ പറഞ്ഞ ജോലി അതുപോലെ ഫോളോ ചെയ്ത് ചെയ്യാൻ കഴിയുന്ന ആളാണ് അടിമ. അപ്പോൾ അടിമയുടെ മനസ്സുണ്ടാക്കുന്നത് ചന്ദ്രന് ശനിബന്ധമാണ്. ശനിബന്ധം, രാഹുബന്ധം, കേതുബന്ധം, സൂര്യയോഗം, ഇതൊക്കെ യോഗങ്ങൾ. ശനിക്ക് മാത്രമേ ദൃഷ്ടി കൊണ്ട് ദോഷം ചെയ്യാൻ കഴിയുള്ളൂ. ഇത് 4 വരുമ്പോഴാണ് ചന്ദ്രൻ ശരിക്കും പറഞ്ഞാൽ പാപനാവുകയും അടിമത്വം, അല്ലെങ്കിൽ മനസ്സിന് കോൺഫിഡൻസ് ഇല്ലായ്മ, അല്ലെങ്കിൽ തീരുമാനമെടുക്കാൻ കഴിവില്ലായ്മ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോവുക, സൊസൈറ്റിയുമായിട്ടും ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടും അച്ഛനും അമ്മയുമായിട്ടെല്ലാം ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരിക, അല്ലെങ്കിൽ ആകെ തകർന്നൊരവസ്ഥയിലേക്ക് പോകുന്നതൊക്കെ അമാവാസി ചന്ദ്രനും ശനിബന്ധം, രാഹുബന്ധം, കേതുബന്ധം. അമാവാസി എന്ന് പറയുന്നത് സൂര്യബന്ധം, സൂര്യയോഗം. ശനിയുടെ ബന്ധം എന്ന് പറയുന്നത് ശനിയുടെ യോഗമാവാം, ദൃഷ്ടിയാവാം. അത് എത്ര ഡിഗ്രി എന്നതിനനുസരിച്ചുണ്ടാവും ഇതിൻ്റെ ആധിക്യത്തിൻ്റെ റേഷ്യോ. അതായത് ഇയാൾക്ക് എത്ര കോൺഫിഡൻസ് കുറവുണ്ട് എന്ന് തീരുമാനിക്കുന്നു. ചന്ദ്രൻ 5 ഡിഗ്രി ആണെങ്കിൽ ശനി 5 ഡിഗ്രി തന്നെ യോഗം ചെയ്യുകയാണെങ്കിൽ ഇയാൾക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവില്ല. തീരുമാനം എടുക്കാൻ 10 പേരോട് ചോദിച്ചാലും ഇയാൾക്ക് കഴിയില്ല. എന്നാലും അയാൾക്കാകെ തീരുമാനിക്കാൻ കഴിയില്ല എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് സ്വയം അടിമയാവാം. അടിമയെന്ന് പറയുന്നത് എന്താ? തീരുമാനം എടുക്കാൻ അറിയാത്ത ആളെയാണ് അടിമ എന്ന് പറയുന്നത്. തീരുമാനം എടുക്കാൻ അറിയുന്ന ഒരാളാണ് അധികാരി എന്ന് പറയുന്നത്. അതാണ് വ്യത്യാസം. അപ്പോൾ ശനിബന്ധം, രാഹുകേതു ബന്ധം, സൂര്യബന്ധം, ഇതാണ് ഈ കേമദ്രുമ യോഗത്തിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു പോഷൻ. അതായത് കേമദ്രുമ യോഗം ഭവിക്കണമെങ്കിൽ
ചന്ദ്രന് ഈ തരം പാപത്വം വരണം. അല്ലാതെ വരുന്ന ഒരു കേമദ്രുമ യോഗവും ഫലം തരില്ല. അത് കേമദ്രുമയോ ദോഷഫലം ഒന്നും ഉണ്ടാവില്ല. ആ ചന്ദ്രനെ പൗർണമി ചന്ദ്രനാണെന്ന് വയ്ക്കാം, ചന്ദ്രൻ്റെ അപ്പുറവും ഗ്രഹങ്ങളൊന്നുമില്ല, പക്ഷേ ഈ ചന്ദ്രൻ പൗർണമിയാണ്, ഒന്നും സംഭവിക്കാൻ പാടില്ല, ഒരു ദോഷം ഉണ്ടാവില്ല. അത് മാത്രമല്ല ആ ചന്ദ്രൻ മനസ്സ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, ചന്ദ്രൻ വളരെ ശക്തനായിരിക്കും, മാനസികമായിട്ടുള്ള തീരുമാനം എടുക്കാനുള്ള കഴിവ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ടാവും. അപ്പോൾ പൗർണമി ചന്ദ്രനാവുമ്പോൾ തന്നെ കഥ മാറും. അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് എത്ര പഞ്ചമി കഴിഞ്ഞ് കയറി പോകുന്നതിനനുസരിച്ച് ചന്ദ്രൻ്റെ ബലത്തിനനുസരിച്ച് ഇയാളുടെ മാനസികമായിട്ടുള്ള നിലവാരം, മനോബലം, എന്തിനേയും നേരിടാനുള്ള ശക്തി, എന്തിനേയും നേരിടാനുള്ള ഒരു മാനസിക നില, വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു കോൺഫിഡൻസ് വരാൻ ചന്ദ്രൻ വന്ന് പൗർണമിയോട് പോകുന്തോറും കൂടി വരും. കൂടെ ചൊവ്വ ചേർന്നെന്ന് വയ്ക്കാം. എന്തും നേരിടാമെന്ന് മാത്രമല്ല, എങ്ങനെയും നേരിടാമെന്നുള്ളതാകും. അതായത് അടിയോ ബഹളോ വെട്ടോ കൊലയോ എന്തും ചെയ്യാനുള്ള ശക്തി, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ ചെയ്യാനുള്ള ശക്തി, അല്ലെങ്കിൽ മനസ്സിന് ബലം കൂടുതൽ കൊടുക്കും ചൊവ്വയോഗം. പാപത്വമില്ലാത്ത ചന്ദ്രന്, പ്രകാശമുള്ള ചന്ദ്രന് ചൊവ്വയുടെ യോഗം വരുമ്പോൾ, പൗർണമി ചന്ദ്രന് ചൊവ്വയോഗം വരുമ്പോഴൊക്കെ അതിശക്തമായ അവസ്ഥ. ലഗ്നത്തിനും കൂടി ബലം വേണം. അപ്പോൾ അതിന് ഗുരുദൃഷ്ടി കൂടി വന്നു നോക്കിയാൽ വീണ്ടും ബലം വരും. അപ്പോൾ ചന്ദ്രൻ വീണ്ടും തീരുമാനം എടുക്കാനുള്ള കഴിവ് കൂടി വരും. അങ്ങനെയുള്ളവർക്ക് ഗുരുദൃഷ്ടി, അതുപോലെ ചൊവ്വയോഗം, ചൊവ്വദൃഷ്ടി, അതുപോലെ ശുക്രദൃഷ്ടി, യോഗം പറ്റില്ല, ശുക്രദൃഷ്ടി, അതുപോലെ തന്നെ ബുധൻ്റെ ദൃഷ്ടി, ഇതെല്ലാം വരുന്നത് ബുധൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ബുധദൃഷ്ടിയൊക്കെ വരുമ്പോഴൊക്കെ എന്ത് സംഭവിക്കും? ചന്ദ്രൻ ബലവാനാണ്, ചന്ദ്രൻ അതീവ ബലവാണ്. കേമദ്രുമ യോഗം ഭവിച്ചേ വരില്ല. അങ്ങനെ ഒരു സംഭവം എത്ര കണ്ടാലും അത് ആദ്യം നോക്കേണ്ടത് ചന്ദ്രൻ ബലവാനാണോ, ചന്ദ്രന് സ്ഥാനബലമുണ്ടോ, ദിഗ്ബലമുണ്ടോ, ദൃഷ്ടി, അതായത് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടോ. അങ്ങനെയുണ്ടെങ്കിൽ ആ ചന്ദ്രൻ എന്തുണ്ടാവില്ല? കേമദ്രുമ യോഗം ഉണ്ടാവില്ല. അതേസമയം സ്ഥാനബലവും ഇല്ല, അതായത് ചന്ദ്രൻ നീചം പോയി വൃശ്ചികത്തിൽ വന്നു, ദിഗ്ബലവും ഇല്ല എന്ന് മീൻസ് ചന്ദ്രൻ 4-ാം ഭാവത്തിലല്ല, മറിച്ച് 10-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ദിഗ്ബലവും പോയി. ദൃഗ്ബലം, അതായത് ശുഭഗ്രഹങ്ങളുടെ ബന്ധമില്ല, ഗുരുവിൻ്റെ ദൃഷ്ടിയില്ല, ശുക്രദൃഷ്ടിയില്ല, ബുധദൃഷ്ടിയില്ല, പൗർണമി ചന്ദ്രനുമല്ല എന്ന് വയ്ക്കാം, ദൃഗ്ബലവും പോവും. അപ്പോൾ പിന്നെ എന്ത് സംഭവിക്കും? ശനിയുടെ ദൃഷ്ടി വന്നു, ചന്ദ്രദോഷം. ചൊവ്വ ദോഷമല്ല, രാഹുബന്ധം വന്നു, ചന്ദ്രനാശായി. കേതുബന്ധം വന്നു, ഗ്രഹണമാണ്, രാഹു കേതു ഗ്രഹണം കൊടുക്കും, ശനി വന്നിട്ട് നാശാക്കി കളയും. സൂര്യൻ വരുമ്പോൾ എന്ത് വരും? മൗഢ്യം വരും. അപ്പോൾ ഗ്രഹണവും മൗഢ്യവും സംഭവിക്കാൻ പാടില്ല ചന്ദ്രന്. ഇത് പേരുകൊണ്ട് നമ്മളത് ഉപയോഗിക്കില്ലെങ്കിലും ശരിക്കും യഥാർത്ഥത്തിൽ സംഭവിക്കുക ഗ്രഹണം ഉപയോഗിക്കാം. ഗ്രഹണം വരാൻ പാടില്ല, രാഹുഗ്രസ്തം കേതുഗ്രസ്ത ചന്ദ്രൻ വരാൻ പാടില്ല, സൂര്യനുമായി മൗഢ്യം വരാൻ പാടില്ല, അതുപോലെ തന്നെ ശനിബന്ധം വരാൻ പാടില്ല. ശനിബന്ധം വരാം, തീരുമാനങ്ങൾ എടുക്കാൻ കഴിവില്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അതിനെയാണ് കേമദ്രുമം എന്ന് പറയുന്നത്. ഒറ്റപ്പെട്ടു പോവുക, കോൺഫിഡൻസ് ഇല്ലാതെ കഴിയുക, ഒറ്റപ്പെട്ടു പോവുക. ഈ ഒരു അവസ്ഥയ്ക്ക് വരുമ്പോൾ സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടും, അതുപോലെ തന്നെ മാനസികമായിട്ട്. ആദ്യം മനസ്സാണ് എല്ലാത്തിനും. നമുക്കൊരു ഭാവനയുണ്ട്, നമുക്ക് പഠിക്കാനുള്ള ശേഷിയുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്, നമ്മൾ പഠിക്കും, നമുക്ക് വിജയിക്കാൻ പറ്റുന്നൊക്കെ കോൺഫിഡൻസാണ്. അതുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പഠിക്കും. കാര്യം മനസ്സിലാണ് ആദ്യം എല്ലാം സൃഷ്ടിക്കപ്പെടുന്നത്. എന്തൊരു സൃഷ്ടിയും ആദ്യം മനസ്സിൽ സൃഷ്ടിക്കപ്പെടും. ഇപ്പം നിങ്ങളൊരു സ്ട്രക്ചർ ഉണ്ടാക്കുക, ഒരു വീടിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും മനസ്സിലൊരു ഭാവന വരും. പലയിടത്തുനിന്നും കണ്ടതും പലയിടത്തുനിന്നും കേട്ടതും വായിച്ചതും അറിഞ്ഞതെല്ലാം ചേർന്ന് മനസ്സൊരു രൂപം കൊടുത്ത് ആ മനസ്സിൽ പ്രതിഫലിച്ചതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പേപ്പറിലേക്ക് ആക്കുന്നത്. ആ പേപ്പറിലേക്ക് വന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കട്ടയും ഇഷ്ടികയും എല്ലാം വെച്ചിട്ട് സൃഷ്ടിക്കുന്നത്. ഏതൊരു കാര്യവും മനസ്സിൽ സൃഷ്ടിച്ചിട്ടാണ് നമുക്ക് മാതൃക സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മനോസൃഷ്ടിയാണ് പ്രധാനം. മനോസൃഷ്ടിക്ക് നിദാനം ചന്ദ്രൻ്റെ ബലമാണ്. ഈ ചന്ദ്രന് ബലമില്ലെങ്കിൽ മനോസൃഷ്ടി നടത്താൻ കഴിയില്ല, സൃഷ്ടി നടത്താൻ കഴിയില്ല, സൃഷ്ടിപരത ഉണ്ടാവില്ല, 5-ാം ഭാവത്തിന് ബലം ഉണ്ടാവില്ല, മനസ്സുണ്ടാവില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ സൃഷ്ടിപരത ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഉള്ളതുപോലും നിലനിർത്താൻ കഴിയില്ല. കാര്യം മാറ്റത്തിനനുസരിച്ച് ഇപ്പോൾ 50 വർഷം നമ്മൾ ജീവിക്കണമെങ്കിൽ 50 വർഷത്തൊരു ചേഞ്ച് ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഒരു 20 ഇയറിലൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മൊബൈലിൽ നിന്ന് വന്നിട്ട് അടിച്ച് എവിടെയോ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇനിയൊരു 10 വർഷം കഴിയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു മേഖലയിലേക്ക് ലോകം വളർന്നു. അപ്പോൾ ഇതിനൊപ്പം മനസ്സ് വളർന്നില്ലെങ്കിലോ, മനസ്സിന് തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ, സൃഷ്ടിപരത ഇല്ലെങ്കിലോ നമുക്ക് വിജയിക്കാൻ പറ്റില്ല. അതിനെയാണ് കേമദ്രുമം എന്ന് പറയുന്നത്. അപ്പോൾ കേമദ്രുമം 100-ൽ ഒരാൾക്കേ വരുള്ളൂ. എങ്ങനെ വരുള്ളൂ? ഒന്നുകിൽ ഗ്രഹണം വരണം,
രാഹുഗ്രസ്തർ കേതുഗ്രസ്ത ഗ്രഹണം. ചന്ദ്രനുമായിട്ട് രാഹുവോ കേതുവോ ചേരുക. 2 മൗഢ്യം വരണം, സൂര്യനുമായിട്ട് ചന്ദ്രൻ ചേരുക. അതുപോലും ശരിക്കും പറഞ്ഞാൽ കുറഞ്ഞ ദോഷമേ വരുള്ളൂ. 3ാമത് ശനിബന്ധം. ശനിബന്ധം ഒട്ടും നന്നാണ്. ശനിബന്ധം വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചന്ദ്രന് ശോഷണം സംഭവിക്കും, മനസ്സിന് ബലക്കുറവ് സംഭവിക്കും. അത് ഡിഗ്രിക്ക് അനുസരിച്ച് 8 ഡിഗ്രി ആണെങ്കിൽ കുറവായിരിക്കും, 12 ഡിഗ്രി ആണെങ്കിൽ ഇനിയും കുറവായിരിക്കും ദോഷം, 16 ഡിഗ്രിക്കൊക്കെ മുകളിൽ പോയി കഴിഞ്ഞാൽ ദോഷമേ ഇല്ല എന്ന് പറയാം. അപ്പോൾ ശനിചന്ദ്രൻ്റെ യോഗമോ ദൃഷ്ടിയോ ഡിഗ്രിക്ക് അനുസരിച്ച് ഇയാളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നതാണ്. ഇതാണ് കേമധ്രുവം എന്ന് പറയുന്നത്. മാനസികമായ ഒറ്റപ്പെടൽ, സൃഷ്ടി ചെയ്യാൻ കഴിവില്ലായ്മ. അപ്പോൾ ധനം മാനേജ് ചെയ്യാൻ പറ്റാതെ ഇരിക്കും, ധനം ശോഷിച്ചു പോകും. എത്ര ഉണ്ടെങ്കിലും, കാര്യം ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കെട്ടിക്കിടക്കുന്ന പൈസ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഉപയോഗിച്ചിട്ട് നമ്മളില്ലാതേക്കും. അങ്ങനെയാണ് ദാരിദ്ര്യം വരിക. അപ്പോൾ ധനത്തിൻ്റെ കാരകനല്ല ശരിക്കും പറഞ്ഞാൽ ചന്ദ്രൻ, മനസ്സിൻ്റെ കാരകനാണ്. മാതൃക സൃഷ്ടിക്കേണ്ട സൃഷ്ടിയുടെ കാരകനാണ്. ഇത് രണ്ടും ബ്ലോക്ക് ആകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? സൃഷ്ടിയില്ലെങ്കിലാണ് നമുക്ക് പുതിയ കാര്യങ്ങളോ ഡെവലപ്മെൻറ്റോ, അല്ലെങ്കിൽ നമ്മൾ എക്സാമ്പിൾ നോക്കിയാൽ അറിയാം, അമേരിക്ക വലുതാവുന്നതിൻ്റെ കാരണം അവിടെയാണ് പുതിയ സൃഷ്ടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റോബോട്ടിക്സ് ആണെങ്കിലും AI ആണെങ്കിലും ചിപ്പാണെങ്കിലും എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അമേരിക്കയിലാണ്. സൃഷ്ടികൾ, പുതിയ 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 കണ്ടുപിടുത്തങ്ങളിലേക്കുള്ള എല്ലാ സൃഷ്ടിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക ആയതുകൊണ്ടാണ് അവർക്ക് ധനമുണ്ടാവുന്നത്. ധനം നിറഞ്ഞ് കാര്യം നമ്മൾക്ക് റോബോട്ടോ മൊബൈലോ ഒരു ഗൂഗിളോ എന്തും ഉപയോഗിക്കണമെങ്കിൽ അമേരിക്കനെ ഡിപ്പെൻഡ് ചെയ്യണം. അത് ഉപയോഗിക്കാതെ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. യൂട്യൂബ് ആണെങ്കിലും എല്ലാം അമേരിക്കയിലാണ്. അപ്പം ആരാണോ സൃഷ്ടിപരത നടത്തുന്നത് അവനാണ് ധനവാൻ. ആ ഒരു അവസ്ഥയെ ചിന്തിച്ചുകൊണ്ടാണ് സൃഷ്ടിപരത നടത്താൻ കഴിവില്ലാത്ത, മനസ്സിന് ബലമില്ലാത്ത ആള് എത്ര ധനമുണ്ടെങ്കിലും ദരിദ്രനാവും. കാര്യം പണ്ട് നമ്മൾ വലിയ കോടീശ്വരന്മാരായിരുന്നു. ലോക GDPയുടെ 25% ഇന്ത്യയിലുണ്ടായിരുന്നു. പക്ഷെ അതിനെ വീണ്ടും നമുക്ക് സൃഷ്ടിപരത കുറഞ്ഞ് നമ്മൾ ലോകത്തിന് പുതിയ കാര്യങ്ങളൊന്നും സൃഷ്ടിക്കാത്തൊരവസ്ഥ വന്നുകൊണ്ടാണ് നമ്മൾ വളരെ പിന്നിലേക്ക് പോയതും. മറ്റ് രാജ്യങ്ങൾ, അമേരിക്ക പോലുള്ള വൻ രാജ്യങ്ങൾ ചെയ്യുന്നത് എന്താണ്? R&D കൂടുതൽ നടത്തുന്നു, അവർ പുതിയ പുതിയ കാര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ R&D വളരെ കുറവാണ് നടത്തുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിന് ബലക്കുറവ് കാരണം, നമ്മൾ സൃഷ്ടിപരതയില്ലായ്മ കാരണമാണ് ധനപരമായിട്ടുള്ള കുറവുണ്ടാകുന്നത്. ഇതാണ് അതിൻ്റെ ബേസിക്. അല്ലാതെ ധനകാരകനായ ഗുരുവിൻ്റെ ബലം എടുത്ത് പൂർണ്ണദാരിദ്ര്യം കൊടുക്കുന്നു പറയുന്നതിൻ്റെ ഒരു ബേസിക് പുതിയൊരു കാര്യം ചെയ്ത് അതിനെ നിലനിർത്താനുള്ള ശക്തി ഇല്ലാതെയാക്കുമെന്ന് പറയുന്നിടത്താണ്. അല്ലാതെ ധനം നശിക്കും എന്നതല്ല ബേസിക്. മനഃശക്തി കുറയും എന്നുള്ളതാണ്. ഒറ്റപ്പെട്ടു പോകും, മനഃശക്തി കുറയും. മനഃശക്തി കുറഞ്ഞാൽ എല്ലാം പോകും. അതാണ് കേമദ്രുമയോഗത്തിൻ്റെ ബേസിക്. 100-ൽ ഒരാൾക്കേ ഉണ്ടാവുള്ളൂ. രാഹു, സൂര്യൻ, ശനി, കേതു, ഈ 4 ഗ്രഹങ്ങളും ചന്ദ്രനുമായി ബന്ധം വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ്. അതും ചന്ദ്രനുമായി സൂര്യബന്ധം വരുമ്പോൾ ദൃഷ്ടി പറ്റില്ല. യോഗം, ദൃഷ്ടി എന്ന് പറഞ്ഞാൽ പൗർണമിയായി. അപ്പോൾ യോഗം വന്നാൽ മാത്രമേ സംഭവിക്കുള്ളൂ. ഇതാണ് കേമദ്രുമയുഗത്തെക്കുറിച്ചുള്ള ഏകദേശ ധാരണ. ശരിക്കും പറഞ്ഞാൽ ഭയക്കേണ്ടതില്ല എന്നുള്ളതാണ്. അപൂർവം ചില ആളുകൾക്ക് മാത്രമേ കേമദ്രുമയോഗം ഫലത്തിലുണ്ടാവുള്ളൂ. കാണുമ്പോൾ എല്ലാവർക്കും ചന്ദ്രൻ്റെ അപ്പുറവും ഗ്രഹമില്ലാത്ത ഒരുപാട് ജാതകങ്ങൾ കാണാം. പക്ഷെ അതെല്ലാം കേമദ്രുമല്ല. അതിൽ 100-ൽ 1 കേമദ്രുമമായിട്ടുണ്ടാവുള്ളൂ. നന്ദി, നമസ്കാരം.